കണ്ട കണ്ട വേണ്ട, അവൻ എന്തെങ്കിലും കാണിക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ കേൾക്കാൻ ഞാൻ അവൻ്റെ തന്തയൊന്നുമല്ലല്ലോ. കുഴപ്പമില്ല, വിഷമിക്കണ്ട. വിഷമോ എന്തിന്? എടാ, നീ അപ്പം എൻ്റെ ബാഗിൽ നിന്ന് മാറ്റില്ലത്. നിനക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലേ? അളിയാ, വേദനയൊക്കെ വലുതാണ് സ്വാതന്ത്ര്യം. അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഞാനും നീയൊക്കെ ഇപ്പോഴും ബ്രിട്ടീഷുകാർ നിക്കറും കഴുകിയിരുന്നേനെ. അവർ ആൻസർ വെക്കാൻ വേണ്ടിയല്ല സമരം ചെയ്തത്. നല്ല സമാധാനം ഉണ്ടല്ലേ? ആടാ, നല്ല ഐശ്വര്യം ഉണ്ടല്ലേ? മണമുണ്ടോ? ഏയ് ഇല്ലേ? നിരൂപേ, എൻ്റെ കൂട്ടല്ല സീനു. ഏത്? എൻ്റെ കൂടെ പുറപ്പിലുള്ള നാട്ടിലുള്ള നീ പറഞ്ഞിട്ടുണ്ട്. അവന് ഇവിടുത്തെ ലോക്കൽസും തട്ടിക്കൊണ്ടേ പൈസ കൊണ്ടേന്ന് തോന്നുന്നു. അയ്യോ, കാശിലോണോ മറിക്കാൻ? പൈസ ഒന്നും വേണ്ട, അവർ ഫ്രീ ആയിട്ട് തിരിച്ചാക്കി. പക്ഷെ അവൻ്റെ കൂട്ടുകാരൻ വിളിച്ചിരുന്നു. അവനെന്തോ ശരിയല്ല, അവൻ്റെ പെരുമാറ്റം ശരി. ഞാൻ അവൻ്റെ സംസാരിച്ച്, അവൻ സംസാരിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ കൂട്ടുകാരൻ ചോദിച്ചേ കുറച്ച് ദിവസം ഒന്ന് ആക്ട് ചെയ്യാവുന്ന നോക്കി അവനെ വരെ ഒന്ന് ഇവിടെ നിർത്താൻ പറ്റും. ബെസ്റ്റ് ആയിരിക്കും. ഇവിടെ ഉള്ളവരൊക്കെ അവൻ ഏത് കാര്യം ചാട്ടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. എന്തൊന്നാടാ, അപ്പം നിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടാണ്. നീ കൊണ്ടുപോകും. എൻ്റെ പൊന്ന് നിരൂപയം കഴുകി അവിടെ കൊണ്ടുവന്ന പ്രേതം പോയല്ലോ എന്ന് പറയുന്നത്. എനിക്ക് അടുത്ത ആളെ കൊണ്ടുവരണം. ഇവനെന്താണ് ഇങ്ങനെ? ഞാൻ വിളിച്ചോണ്ടോടാ. ദേ, ഇവിടെ ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തല വെട്ടി ഇവിടെ വെക്കണ്ടെന്നാലും ഞാൻ അവനെ പറഞ്ഞു കൊടുക്കില്ല. പോരെ? ദോഷിച്ചിട്ടോടോ. നാളെ ഇരുനിലമൂരി കൊണ്ട് രണ്ടുപേരും കൂടെ വരുന്നുണ്ട്. കുറച്ച് ദിവസം കൂടെ കാണും. കണ്ണി കണ്ട പാമ്പിനെ പോയി തരം കൊണ്ടുപോകും. കണ്ട മറുതയും പ്രേതവും ഭ്രാന്തനെയൊന്നും കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പമില്ല. എൻ്റെ രണ്ട് ഇരുനിലമൂരി വരുന്നതാണ് കുഴപ്പം. നോ വയലൻസ്, നോ വയലൻസ്. കൃഷ്ണ, നമുക്കിങ്ങനെ മുഖം നോക്കി സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. ഇങ്ങനെ കുരിശു തൂങ്ങി കിടക്കേണ്ട ഏഷ്യ താഴെ വന്നേ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ? ഈ വെള്ളം വീഞ്ഞാക്കുന്ന സെറ്റപ്പ് എങ്ങനെയാ? നോ നോ നോ, അതെൻ്റെ ട്രേഡ് സീക്രറ്റാ. അല്ല, കൃഷ്ണൻ സംസാരിക്കുമ്പോൾ എന്താ വേറൊരു വെച്ച? അത് ഈ ചുണ്ടത്തി ഓടക്കുഴലേ. ഇതെന്താ സംഭവം? അല്ല, ഇവർ തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിക്കണമെന്ന് ആലോചിച്ച് നോക്കായിരുന്നു. റിവിനല്ലേ? സിനു സോളമൻ. അറിയാം. നല്ല റൂം. എൻ്റെ എന്നാ പിന്നെ അമ്മ കഴിച്ചാ? പിന്നെ ജിബിയുടെ അടുത്ത് കഴിക്കാണ്ടിരിക്കുമോ? എന്നാ കിടന്നോ. ആരോഗ്യമൊക്കെ നോക്കണേ. ഞാൻ കിടക്കുന്ന മുമ്പ് അന്വേഷിച്ചിട്ട് കിടക്കാറുള്ളൂ. ഇവിടെ കേൾക്കാറില്ല. എന്തെടുക്കണായിരുന്നു? കുറേ നേരമായല്ല.
ചുമ്മാ ഹാൻഡ്സ് ആണ്. അല്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാറില്ല? ഞാൻ നാച്ചുറൽ ഫിറ്റ് ആയതുകൊണ്ട് ചെയ്യാറില്ല. എൻ്റെ ആവശ്യമില്ല. ഞാനും ജിബിയൊക്കെ സ്ഥിരമായിരുന്നു എന്ത്? വർക്കൗട്ട്. ആ മഞ്ഞേറ് വലിച്ചു കുറുക്കി എന്നിട്ട് ആട്ടപ്പുറത്ത് കൊടുത്ത് നോക്ക്. എനിക്ക് പോസ് ഇതെന്താണ് ബെണ്ണും മിച്ചറോ? കഞ്ഞി ആവണുള്ളൂ, ഇപ്പോൾ ബണ്ണ് കയറ്റ്. ഓനെന്തിനാ ഇപ്പോൾ വരുമ്പോൾ പോകുമ്പോൾ ചിരിച്ചോണ്ടിരിക്കുന്നത്? പണ്ട് അങ്ങനെയാണ്. അന്ന് നമുക്ക് എപ്പോൾ ഇങ്ങനെ ചിരിക്കേണ്ട. ഡാഡാ മിണ്ടാണ്ടിരിക്കുക, അവൻ കേൾക്കും. നീ ഇതുണ്ടാക്ക്. മുഖം മണയ്ക്കും. സിനു വെറുതെ കളിക്കലേട്ടാ. ജിബി നന്ദു കേട്ടോ, റിമോട്ടൊക്കെ വെച്ച ആൾക്കാരെ അറിയണേ. കൈ കേടായിട്ടേ യാ മോനെ